HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. Shivagiri HS Radio. ഈ വഴി പുതുവഴി, ഈ വഴി പുതുവഴി അറിയാൻ വായോ ചിറകു വിരിച്ചൻ കൂട്ടരെ. ഒന്നിച്ചൊന്നായി പാറാവാനിൽ അറിവിൻ ലോകം നേടാനായി, അറിവിൻ ലോകം നേടാനായി, അറിവിൻ ലോകം നേടാനായി. പുതു അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി അറിവിന്റെ വിദ്യാദീപമായ ശിവഗിരി HSS മികവോടെ 103-ാം വർഷത്തിലേക്ക് കടക്കുന്ന നമ്മുടെ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സുരക്ഷിതമായ സ്കൂൾ അന്തരീക്ഷം, സൗജന്യ വിദ്യാഭ്യാസം, 5 മുതൽ 10 വരെയുള്ള ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകളുടെ ലഭ്യത, സ്കൂൾ ബസ് സൗകര്യം, മികച്ച ഹരിത വിദ്യാലയം, സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പഠന രീതി, വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം, കായിക രംഗത്തെ ചിട്ടയായ പരിശീലനം തുടങ്ങി മികവാർന്ന നേട്ടങ്ങൾ അടുത്ത അധ്യയന വർഷം മികച്ചതാക്കാം ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ. അഡ്മിഷൻ നേടൂ, പുതുവാനവട്ടം സ്വന്തമാക്കൂ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദിയ, അനാമിക, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മതസ്വാതന്ത്ര്യം, US സംഘടനയുടെ റിപ്പോർട്ട് തള്ളി ഇന്ത്യ. പാചകവാതക ക്ഷാമരൂക്ഷം. US ഒരാഴ്ചക്കിടെ 3 ഭീകര ആക്രമണ ശ്രമങ്ങൾ. കണ്ണൂർ കലാപം. ട്രെയിൻ നിയന്ത്രണം. ഫോർമോസിന് പിന്നാലെ ചെങ്കടലടയ്ക്കാനും ഇറാൻ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മതസ്വാതന്ത്ര്യം, US സംഘടനയുടെ റിപ്പോർട്ട് തള്ളി ഇന്ത്യ. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്നുവെന്നും RSSനും റോയ്ക്കും ഉപരോധം ഏർപ്പെടുത്തണമെന്നും വ്യക്തമാക്കുന്ന US റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തള്ളി. കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെയാണ് വിമർശനം. പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമായ വിലയിരുത്തലുകൾ നടത്തിയ രീതി സംഘടന വീണ്ടും തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പാചകവാതക ക്ഷാമരൂക്ഷം. സംസ്ഥാനത്തെ ഹോട്ടലുകൾ തിങ്കളാഴ്ച അടച്ചിടും. തിരുവനന്തപുരം. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധം ശക്തമാകാൻ ഒരുങ്ങി സംസ്ഥാനത്തെ ഹോട്ടൽ സംഘടന. കേരളത്തിലുടനീളം മാർച്ച് 23 തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഹോട്ടലുകളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി പാചകവാതകം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വ്യാഴാഴ്ച ബോട്ടിലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച് നടത്താനും സംഘടന അറിയിച്ചു. പാചകവാതക ലഭ്യത്തിലെ പ്രതിസന്ധി വ്യാപകമായതിനെ തുടർന്നാണ് സംഘടന സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഉപയോക്താക്കളെയും ഹോട്ടൽ വ്യവസായത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. US ഒരാഴ്ചക്കിടെ 3 ഭീകര ആക്രമണ ശ്രമങ്ങൾ. ഒരാഴ്ചക്കിടെ രാജ്യത്ത് 3ഇടത്തുണ്ടായ ഭീകര ആക്രമണ ശ്രമങ്ങൾക്ക് US ഇറാൻ സംഘർഷവുമായി ബന്ധമില്ലെന്ന് US അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച മിഷിഗണിലെ സിനഗോഗിലേക്ക് വാഹനം ഇടിച്ചുകയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ലെബനൻ വംശജൻ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഇയാളുടെ 4 ബന്ധുക്കൾ ലെബനനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നതായി ലെബനൻ അധികൃതർ സ്ഥിരീകരിക്കപ്പെട്ടു. കണ്ണൂർ കലാപം. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിന് പിന്നാലെ തളിപ്പറമ്പിലും നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിയുന്ന തളിപ്പറമ്പ് സീറ്റിൽ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ജില്ലാ സെക്രട്ടറി അംഗവും ഹാൻമി ചെയർമാനുമായ TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. തനിക്ക് ശേഷം ഭാര്യയെ MLA ആക്കാൻ MV ഗോവിന്ദൻ ഇടപെട്ടെന്ന് വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ച TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ CPMനെതിരെ മത്സരിക്കുമെന്നും വ്യക്തമാക്കി. ട്രെയിൻ നിയന്ത്രണം. തലശ്ശേരിക്കും എടക്കാടിനും ഇടയിലുള്ള പുതിയ പാലത്തിലേക്ക് ട്രാക്ക് മാറ്റുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ ബുധൻ രാത്രി ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകില്ല. കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള 166008 എക്സ്പ്രസ് തലശ്ശേരിയിൽ യാത്ര അവസാനിപ്പിക്കും. 163007 ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും 1208 തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസും കോഴിക്കോട് യാത്ര അവസാനിപ്പിക്കും. ഫോർമോസിന് പിന്നാലെ ചെങ്കടലടയ്ക്കാനും ഇറാൻ.
ലോക വ്യാപാരത്തിൽ നിർണായകമായ ഇടമാണ് ചെങ്കടലിലൂടെയുള്ള കടൽപാത. ഗാസ-ഇസ്രയേൽ യുദ്ധമുണ്ടായ സമയത്ത് 2 വർഷത്തോളം ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ ഭീഷണിയായിരുന്നു. നിരവധി കപ്പലുകളെ തകർക്കുകയും 10-ലധികം നാവികരെ കൊല്ലപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഇവരുടെ ലക്ഷ്യം. 47 പേരുമായി BJPയുടെ ആദ്യപട്ടിക. CPM വിട്ടെത്തിയ മുൻ MLA എസ് രാജേന്ദ്രൻ ദേവികുളത്തും CPI വിട്ടെത്തിയ മുൻ MLA കെ അജിത് വൈക്കത്തും BJP സ്ഥാനാർത്ഥികൾ. 47 പേരുടെ ആദ്യ പട്ടികയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ആർ ശ്രീലേഖ, പത്മജ വേണുഗോപാൽ, PC ജോർജ് തുടങ്ങിയവരുണ്ട്. മുള്ളൻപന്നി അടിച്ചു കൊന്ന കേസ്. വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മുള്ളൻപന്നി അടിച്ചു കൊന്ന കേസിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായ വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോടതി. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലെടുക്കുന്ന വ്യക്തി ചെയ്ത പ്രവൃത്തി ചെറുതായി കാണാൻ കഴിയില്ലെന്നാണ് കോടതി നിരീക്ഷണം. നാട്ടുകാരിൽ ഒരാളുടെ വീട്ടിലാണ് മുള്ളൻപന്നി കയറിയത്. വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ വെള്ളനാട് ശശി ഒരു പൈപ്പ് ഉപയോഗിച്ച് മുള്ളൻപന്നി അടിക്കുകയായിരുന്നു. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. പിന്നാലെ ശശിയെ തിരക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് ഇയാൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തത്. ഗ്യാസ് പ്രശ്നം രൂക്ഷം. ഹോട്ടലുകൾ സ്തംഭനാവസ്ഥയിലേക്ക്. 10 രൂപ ചായ 15 ആയി. ഊണം കിട്ടാനില്ല, ചായയും. നഗരത്തിലെ ഒട്ടുമുക്കാലും ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് നീങ്ങുന്നു. മിക്ക ഹോട്ടലുകളും ഉച്ചയൂണ് പാടെ ഒഴിവാക്കി കഴിഞ്ഞു. ചായയാണെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രമാക്കി ചുരുക്കി. പലയിടത്തും 10 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ചായയ്ക്ക് 15 രൂപ ബോർഡ് തൂക്കിക്കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന ഇറാൻ. ഡ്രോൺ ആക്രമണത്തിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഇന്ധന ടാങ്കിൽ തീ പടർന്നു. ഇതോടെ വിമാന സർവീസ് കുറച്ചു നേരം നിർത്തിവെച്ചു. ഫുജൈറയിലെ പ്രധാന എണ്ണ വ്യവസായ മേഖലയിൽ വീണ്ടും ആക്രമണമുണ്ടായി. ഇന്ധന ടാങ്കിന് തീപിടിച്ചെങ്കിലും ആർക്കും പരിക്കില്ല. ഇറാൻ മിസൈൽ കാറിൽ പതിച്ച് പലസ്തീൻ സ്വദേശി മരിച്ചു. ഇതോടെ UAEയിൽ മരണം 7ആയി. പരിക്കേറ്റവരുടെ എണ്ണം 145. കണ്ണൂർ യൂണിവേഴ്സിറ്റി നീലേശ്വരം ക്യാമ്പസിൽ നിന്ന് ഹിന്ദി മലയാളം വകുപ്പുകൾ മാറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റി നീലേശ്വരം ക്യാമ്പസിൽ നിന്ന് ഹിന്ദി മലയാളം വകുപ്പുകൾ മാറ്റി. ആരെയും അറിയിക്കാതെ വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. ഞായറാഴ്ച ഉത്തരവിറക്കുകയായിരുന്നു. KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് അടക്കം 6 സ്ഥിര അധ്യാപകരെയാണ് പാലക്കാട് ക്യാമ്പസിലേക്ക് ഇതോടെ മാറ്റം ലഭിക്കുന്നത്. വകുപ്പുകൾ മാറ്റുന്നതിനെതിരെ നേരത്തെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. ചില അധ്യാപകരുടെ താൽപര്യമനുസരിച്ച് വകുപ്പുകൾ മാറ്റുകയാണെന്നാണ് ആരോപണം. ഏപ്രിൽ 9 വിധി ദിനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഒറ്റഘട്ടം ഫലപ്രഖ്യാപനം മെയ് 4-ന്. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-ന്. ബംഗാളിൽ 2 ഘട്ടം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4-നായിരിക്കും. കേരളത്തിനൊപ്പം അസവും പുതുച്ചേരിയും ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലെത്തും. ഏപ്രിൽ 23-നായിരിക്കും തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിലെ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മതസ്വാതന്ത്ര്യം. US സംഘടനയുടെ റിപ്പോർട്ട് തള്ളി ഇന്ത്യ. പാചകവാതക ക്ഷാമരൂക്ഷം. US ഒരാഴ്ചക്കിടെ 3 ഭീകര ആക്രമണ ശ്രമങ്ങൾ. കണ്ണൂർ കലാപം. ട്രെയിൻ നിയന്ത്രണം. ഫോർമോസിന് പിന്നാലെ ചെങ്കടലടയ്ക്കാനും ഇറാൻ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ഈ വഴി പുതുവഴി, ഈ വഴി പുതുവഴി അറിയാൻ വായോ ചിറകു വിരിച്ചൻ കൂട്ടരെ. ഒന്നിച്ചൊന്നായി പാറാവാനിൽ അറിവിൻ ലോകം നേടാനായി, അറിവിൻ ലോകം നേടാനായി, അറിവിൻ ലോകം നേടാനായി. പുതു അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി അറിവിന്റെ വിദ്യാദീപമായ ശിവഗിരി HSS മികവോടെ 103-ാം വർഷത്തിലേക്ക് കടക്കുന്ന നമ്മുടെ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
സുരക്ഷിതമായ സ്കൂൾ അന്തരീക്ഷം, സൗജന്യ വിദ്യാഭ്യാസം, 5 മുതൽ 10 വരെയുള്ള ഇംഗ്ലീഷ്, മലയാളം മീഡിയം ക്ലാസുകളുടെ ലഭ്യത, സ്കൂൾ ബസ് സൗകര്യം, മികച്ച ഹരിത വിദ്യാലയം, സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പഠന രീതി, വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം, കായിക രംഗത്തെ ചിട്ടയായ പരിശീലനം തുടങ്ങി മികവാർന്ന നേട്ടങ്ങൾ അടുത്ത അധ്യയന വർഷം മികച്ചതാക്കാം ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ. അഡ്മിഷൻ നേടൂ, പുതുവാനവട്ടം സ്വന്തമാക്കൂ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിജയി അശ്വിൻ എട്ടി. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച മലയാളി താരമാര്? ഉത്തരം സഞ്ജു സാംസൺ. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കേരളത്തിലെ CPMന്റെ ഉരുക്കുകോട്ടയായ ജില്ല ഏത്? sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.